മിഷോങ് ചുഴലിക്കാറ്റിന്റെ ദുരിതം തീരാതെ ചെന്നൈ 17 പേർക്ക് ജീവൻ നഷ്ടമായി. ചെന്നൈയിൽ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോഴും വീടുകളിൽ നിന്നും വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല. ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് വരാൻ ഇനിയും ദിവസങ്ങളെടുക്കുമെന്നാണ് കരുതുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും രാഹുൽ ജോർജ് കോശി ചേർന്നുണ്ട്. രാഹുൽ, ഒരുപക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ചെന്നൈയിലുണ്ടായത്. നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാൽ കൂടിയും ജനങ്ങൾ ഈ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ ഇനിയും സമയം എടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴും പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് മാറാതെ തന്നെ നിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരിതത്തിൽ നിന്ന് ഇപ്പോഴും ജനങ്ങൾ കരകയറിയിട്ടില്ല. ചെന്നൈ നഗരത്തിലെ ജനങ്ങൾ ഇതുവരെ കരകയറിയിട്ടില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശ് അതിർത്തിയിലേക്ക് കടന്നെങ്കിലും ഇപ്പോഴും അതിൻ്റെ ആ ഒരു പ്രത്യാഘാതം ഇപ്പോഴും ചെന്നൈ നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും വെള്ളക്കെട്ടുകൾ ഉണ്ട്. ജനങ്ങൾക്ക് വെളിയിലിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മരണനിരക്ക് ഉയർന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. 17 പേരാണ് ഇപ്പോൾ അവിടെ മരണമടഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വേളാഞ്ചേരിയിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് 50 മണിക്കൂറായാണ് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. 40 അടിയിലേറെ മണ്ണിനടിയിൽ 2 പേർ കുടുങ്ങി കിടക്കുകയാണ്. 50 മണിക്കൂർ ഇപ്പോൾ പിന്നിടുന്നു അവരെ പുറത്തെത്തിക്കാനുള്ള കാര്യങ്ങൾക്കായിട്ട്. പക്ഷേ അത് മന്ദഗതിയിലാണ് അതിൻ്റെ ആ ഒരു രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്നാണ് ബന്ധുക്കൾ പോലും പറയുന്നത്. അതുപോലെ തന്നെ അവിടെ റെയിൽവേ പാളങ്ങൾ പോലും വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുകയാണ് എന്നുള്ള രീതിയിലാണ് അവിടെ എല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചുഴലിക്കാറ്റ് ആന്ധ്രയിലേക്ക് പ്രവേശിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് ആന്ധ്രയിലേക്ക് പ്രവേശിച്ചത്. അവിടെയും വളരെയധികം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ അതിനെക്കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേഗത കുറഞ്ഞു. 50 കിലോമീറ്റർ മണിക്കൂറിൽ 50 കിലോമീറ്ററായിട്ട് അതിൻ്റെ വേഗത കുറഞ്ഞു. അതൊരു സാധാരണ ഒരു ന്യൂനമർദ്ദമായി മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് പറയുന്നത്. അതുപോലെ അടുത്ത 6 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ ശക്തി പൂർണ്ണമായി കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എന്തായാലും ചെന്നൈയിൽ വളരെയധികം ദുരിതം പേറുകയാണ് ജനങ്ങൾ. അവിടെ ഭക്ഷണ സാധനങ്ങൾക്ക് പോലും വളരെയധികം വിലയാണ്. അവിടെ ഈ ഒരു സാഹചര്യത്തിൽ ദൗർലഭ്യം കാരണം, ഈ ഒരു ഭക്ഷണങ്ങളുടെയൊക്കെ ദൗർലഭ്യം കാരണം പാലിന് പോലും ലിറ്ററിന് 140-145 രൂപയാണ്, ഉയർന്ന വിലയാണ് അവിടെ ഇപ്പോൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഉള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ, തമ്പാരം പോലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. പമ്പ് സെറ്റുകളൊക്കെ കൊണ്ടുവന്ന് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മന്ദഗതിയിലാണ് ഇപ്പോൾ അത് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. ചുഴലിക്കാറ്റ് അവസാനിച്ചെങ്കിലും ചെന്നൈ നഗരത്തിൽ നിന്നും ദുരിതം വിട്ടുമാറുന്നില്ല. സാധാരണ ജീവിതത്തിലേക്ക് ജനങ്ങൾ തിരികെ എത്താൻ ഇനിയും ദിവസങ്ങൾ എടുക്കുമെന്നാണ് കരുതുന്നത്. രാഹുലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.